ഇടുക്കി നെടുംകണ്ടത്ത് ജപ്തി നടപടിക്കിടെ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. ആശാരികണ്ടം സ്വദേശി ദിലീപിന്റെ ഭാര്യ ഷീബയാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജപ്തി നടപടിക്കിടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. സന്ദീപ് രാജാക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ. സന്ദീപ് രാജാക്കാട്, പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ഷീബയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അല്ലേ? സുജയ പാർവതി, അത്തരത്തിലാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരമൊരു സംഭവം, ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. ഈ ജപ്തി നടപടികൾ കോടതി, തൊടുപുഴ CJN കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ബാങ്ക് അധികൃതർ, ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അധികൃതർ നേരിട്ട് ഈ വീട്ടിലെത്തി ജപ്തി നടപടികളിലേക്ക് കടക്കുന്നത്. ആ സമയത്ത് തന്നെ വീട്ടിലുണ്ടായിരുന്ന പെട്രോൾ എടുത്ത് ദേഹത്തൊഴിച്ച് തീ കത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അടക്കം 2 പേർക്കും ഈ കാര്യത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഇവിടെ വെച്ച് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കടക്കം സാരമായി പൊള്ളലേറ്റത്. അവരിപ്പോഴും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഈ ഷീബയ്ക്ക് സാരമായി തന്നെ ഏതാണ്ട് 70% വെച്ച് തന്നെ പൊള്ളലേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. തുടർന്ന് അവിടെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ആരോഗ്യനില അതീവ ഗുരുതരം എന്ന് തന്നെയായിരുന്നു ആശുപത്രി അധികൃതരും ഒപ്പം തന്നെ ഈ പ്രാഥമിക ചികിത്സ നൽകിയ ഡോക്ടർ അടക്കം വ്യക്തമാക്കിയിരുന്നത്. എന്തായിരുന്നാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്, നമുക്ക് ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു നടപടികളെല്ലാം നാളത്തേക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പുലിസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ച് നാളെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ബാങ്കിനെതിരെ ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ KSU പ്രവർത്തകരും ഒപ്പം തന്നെ മഹിളാ പ്രവർത്തകരടക്കം പ്രതിഷേധവുമായിട്ട് ബാങ്കിന് മുമ്പിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് സംഘടനകൾ, BJP അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഷീബയുടെ മരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ദാരുണമായ സംഭവമാണ് സന്ദീപ്. ആശാരികണ്ടം സ്വദേശി ഷീബയാണ് മരിച്ചത്.